ഹലോ മൈ വ്യൂവേഴ്സ്, ജേക്കബ്സ് ലേണിംഗ് ഹബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ളതുമായ ഇംഗ്ലീഷ് ഗ്രാമർ സെഷനാണ്. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അതിൻ്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പക്ഷേ അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ബേണിംഗ് ഡിസയറാണ്. എന്ന് പറഞ്ഞാൽ തീവ്രമായ ഒരു ആഗ്രഹം, എന്തും നേടുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കഥ എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു യുവാവ് മഹാതത്വജ്ഞാനിയായിരുന്ന സോക്രട്ടീസിനോട് ചോദിച്ചു, വാട്ട് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ്? എന്താണ് ജീവിതത്തിൽ വിജയം നേടുവാനുള്ള രഹസ്യം? അദ്ദേഹം ആ യുവാവിനോട് ആവശ്യപ്പെട്ടു, അടുത്ത ദിവസം അതിരാവിലെ നദിക്കരയിലേക്ക് വരുവാൻ. യുവാവ് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ആ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം അതിരാവിലെ നദിക്കരയിലെത്തി സോക്രട്ടീസിനെ മീറ്റ് ചെയ്തു. സോക്രട്ടീസ് സാവധാനം നദിയിലേക്ക് നടന്നു. എന്നിട്ട് യുവാവിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ ഫോളോ ചെയ്യുവാൻ. ഏകദേശം നദിയിലെ വെള്ളം കഴുത്തിൻ്റെ ലെവലിലെത്തിയപ്പോൾ സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെ തലയിൽ പിടിച്ച് നദിയുടെ ആഴത്തിലേക്ക് മുക്കി. യുവാവ് പുറത്തേക്ക് വരുവാനാവുന്നത് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കാരണം സോക്രട്ടീസ് അദ്ദേഹത്തെക്കാൾ ബലവാനും ശക്തിയുള്ളവനുമായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം യുവാവിൻ്റെ തല അദ്ദേഹം പുറത്തേക്കെടുത്തു. പുറത്തു വന്ന സമയത്ത് യുവാവ് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തു. അപ്പോൾ സോക്രട്ടീസ് ആ യുവാവിനോട് ചോദിച്ചു, നിങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിച്ചത്? എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്? യാതൊരു സംശയവും കൂടാതെ യുവാവ് മറുപടിയായിട്ട് പറഞ്ഞു, എയർ, വായു, അതായിരുന്നു എനിക്ക് വേണ്ടത്. ഐ വാണ്ട് എയർ, ഐ വാണ്ട് ബ്രെത്ത്. അപ്പോൾ സോക്രട്ടീസ് അദ്ദേഹത്തോട് പറഞ്ഞു, ദാറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ്. അതാണ് സീക്രട്ട് ഓഫ് സക്സസ്. വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ അദ്ദേഹം ശക്തമായി ആഗ്രഹിച്ചു. എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചത്? തനിക്കൊന്ന് ശ്വസിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങളുടെ മനസ്സിലും ഇതാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമുക്ക് അതിതീവ്രമായ ആഗ്രഹമുണ്ടായിരിക്കണം. ബേണിംഗ് ഡിസയർ ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ, തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനേയും കീഴടക്കുവാൻ സാധിക്കും. ഈ ഇംഗ്ലീഷ് ഗ്രാമർ, ഇത് പലരും പറയാറുണ്ട്, ഇത് വിശാലമായ ഒരു സമുദ്രം പോലെയാണ് എന്ന്. ഇത് പഠിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന്. പക്ഷേ ഇതിനെ നമുക്ക് നിഷ്പ്രയാസം കീഴടക്കുവാൻ സാധിക്കും വിത്ത് ബേണിംഗ് ഡിസയർ. ഡു യു ഹാവ് കോൺഫിഡൻസ്? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് സെഷൻ. Okay, let's learn about conditionals or if clauses. എന്താണ് ഈഫ്? മലയാളത്തിൽ എങ്കിൽ എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈഫ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. കാരണം ഇത് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും PSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ഗ്രാമർ പാർട്ടാണ്. Look at this example. If I were the Prime Minister, I would stop corruption. ഈ സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. If I were the Prime Minister എന്ന ഈ പാർട്ടിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. I would stop corruption, ഈ ഭാഗത്തിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്? കാരണം ഈ സെൻറ്റൻസിന് സ്വന്തമായിട്ട് ഒരു മീനിങ് ഇല്ല. എന്നാൽ ഈ സെക്കൻഡ് സെൻറ്റൻസിന് ഒരു മീനിങ് ഉണ്ട്. ഐ വുഡ് സ്റ്റോപ്പ് കറപ്ഷൻ.
അതുകൊണ്ടാണ് ഇതിനെ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് വേറൊരു പേരിലൂടെ വിളിക്കാം. അതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഈ ക്ലോസ് ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ എന്ന ക്ലോസ് ഈ മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. മെയിൻ ക്ലോസിന് വേറെ രണ്ട് പേര് കൂടെ ഉണ്ട്. അതെന്താണ്? പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇനിയും ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഈ സെൻറ്റൻസിനെ എന്താണ് കാണിക്കുന്നത്? ഈ സെൻറ്റൻസ് ഒരു കണ്ടീഷനാണ്. ഐ വുഡ് സ്റ്റോപ്പ് കറപ്ഷൻ ഇതൊരു റിസൾട്ടാണ്. നമുക്കറിയാം ഒരു കണ്ടീഷൻ ഓർ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഈ കണ്ടീഷണൽ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ്റെയും ഒരു റിസൾട്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ്. ഇനി ഈ സെൻറ്റൻസിനെ നമുക്ക് വേറൊരു രീതിയിലൂടെ എഴുതാവുന്നതാണ്. ഐ വുഡ് സ്റ്റോപ്പ് കറപ്ഷൻ ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ മെയിൻ ക്ലോസ് ആദ്യം എഴുതി, അതിനുശേഷം സബോർഡിനേറ്റ് ക്ലോസ് എഴുതി. നിങ്ങൾ ആദ്യം മെയിൻ ക്ലോസ് എഴുതുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ കോമ ഇടരുത്. എന്നാൽ ആദ്യം സബോർഡിനേറ്റ് ക്ലോസ് എഴുതുകയാണെങ്കിൽ കോമ കമ്പൽസറിയാണ്. സോ ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ കോമ ഐ വുഡ് സ്റ്റോപ്പ് കറപ്ഷൻ. എന്നാൽ ഈ സെക്കൻഡ് സെൻറ്റൻസ് ഐ വുഡ് സ്റ്റോപ്പ് കറപ്ഷൻ ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, there are 4 types of if clauses are there in English. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തേത് സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. ഈ ഫസ്റ്റ് കണ്ടീഷണൽ ടൈപ്പ് 1, സെക്കൻഡ് കണ്ടീഷണലിനെ ടൈപ്പ് 2, തേർഡ് കണ്ടീഷണലിനെ ടൈപ്പ് 3 എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് സീറോ കണ്ടീഷണൽ? To talk about things that are always true like scientific fact, universal truth and proverb. നമ്മൾ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ഫാക്റ്റിനെ കുറിച്ചോ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചോ പ്രോവർബിനെ കുറിച്ചോ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ സീറോ കണ്ടീഷണൽ എന്ന് പറയും. എന്നാൽ ഫസ്റ്റ് കണ്ടീഷണൽ ടൈപ്പ് 1, to talk about possibilities in the present, in the future. ഇവിടെ കണ്ടീഷൻ പോസിബിൾ ടു ഫുൾഫിൽ ആണ്. സെക്കൻഡ് കണ്ടീഷണൽ ഇമാജിനറി സിറ്റുവേഷൻ ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ നോട്ട് ടു ഹാപ്പൻ. ഇവിടെ കണ്ടീഷൻ ഇൻ ദ തിയറി പോസിബിൾ ആണ്, എന്നാൽ പ്രാക്ടിക്കൽ നോട്ട് പോസിബിൾ. ഇത് ഇമാജിനറി സിറ്റുവേഷൻ. തേർഡ് കണ്ടീഷൻ impossible situation in the past, condition not possible to fulfill. ടൈപ്പ് തേർഡ് എന്ന് പറയുന്നത് ആ കണ്ടീഷൻ ഒരിക്കലും പോസിബിൾ അല്ല, അത് ഓൾറെഡി കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ഈ ടേബിളിൽ ഈഫ് ക്ലോസ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. ഈ ടേബിള് നിങ്ങൾ ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈഫ് ക്ലോസിൻ്റെ മാസ്റ്ററായി മാറും. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ഇവിടെ ഫസ്റ്റ് കോളം എല്ലാ ടൈപ്പുകളെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് സീറോ ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ആൻഡ് തേർഡ് ടൈപ്പ്. സീറോ കണ്ടീഷണൽ നമുക്കറിയാം ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ സയൻറ്റിഫിക് ഫാക്റ്റ് ഓർ പ്രോവർബാണ്. സീറോ കണ്ടീഷണൽ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുമ്പോൾ ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണ്, മെയിൻ ക്ലോസ് ഓൾസോ സിമ്പിൾ പ്രസൻ്റ് ആണ്. യു കെയർഫുള്ളി നോട്ടീസ് ദ സ്ട്രക്ചർ ഓഫ് ഈഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. if plus subject plus v1 simple present, main clause subject plus v1 അല്ലെങ്കിൽ simple present. Look at this example. If you keep
phosphorus in air, it catches fire. ഇതൊരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് ഫാക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്? സീറോ കണ്ടീഷണലാണ് ഉപയോഗിക്കുന്നത്. സീറോ കണ്ടീഷണൽ ഉപയോഗിക്കുമ്പോൾ ഈഫ് ക്ലോസും മെയിൻ ക്ലോസും ഒരേ ടെൻസിലാണുള്ളത്. ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. എന്നാൽ ടൈപ്പ് 1 പോസിബിൾ കണ്ടീഷനിൽ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 സിമ്പിൾ പ്രസൻറ്റ്, ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. പക്ഷേ മെയിൻ ക്ലോസിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ആ മാറ്റം? സബ്ജക്റ്റിന് ശേഷം വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1 form of the verb. Look at this example. If you keep quiet, I will tell a story. ഇനി ഇമാജിനറി കണ്ടീഷൻ. എങ്ങനെയാണ് ഇമാജിനറി കണ്ടീഷൻ്റെ സ്ട്രക്ചർ? ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2. ഇവിടെ V2 ഫോമാണ്. ഈഫ് ക്ലോസിൽ V2 ഫോം വരുമ്പോൾ മെയിൻ ക്ലോസിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ വുഡ്, should, could, might plus V1 form. Look at this example. If you kept quiet, I would tell a story. ഇവിടെ V2 ഫോം വന്നപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണ്? would plus V1 form. ഇനി the last type, third type, it is very important. Impossible condition ആണ്. there is no chance to fulfill. കാരണം ഇത് ഓൾറെഡി പാസ്റ്റ് ആണ്, കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചാണ് ഇതിവിടെ സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈഫ് ക്ലോസിൻ്റെ സ്ട്രക്ചർ? ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ്. ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ മെയിൻ ക്ലോസ് വുഡ് ഹാവ്, ഷുഡ് ഹാവ് or could have or might have plus V3 form. Look at this example. If you had kept quiet, I would have told a story. ഇവിടെ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈപ്പ് 1 ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ടൈപ്പ് 2 ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ്. ടൈപ്പ് 3 ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതുപോലെ തന്നെ മെയിൻ ക്ലോസിലുണ്ടായിരിക്കുന്ന മാറ്റവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സീറോ കണ്ടീഷനാണെങ്കിൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. ടൈപ്പ് 1 പോസിബിൾ കണ്ടീഷനാണെങ്കിൽ വിൽ പ്ലസ് V1 ഫോം ആണ്. ഇമാജിനറി കണ്ടീഷനാണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം. ഇമ്പോസിബിൾ കണ്ടീഷനാണെങ്കിൽ would have or should have or could have or might have plus V3 form of the verb. ഓക്കെ, നിങ്ങൾക്ക് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുകയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഫില്ല് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഡയലോഗ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ verbs given in bracket. ലീന ഷെറിനോട് പറയുകയാണ്, Can't you stop playing on your violin? You are making too much noise. ഇവിടെ ഷെറിൻ ഈഫ് ആയി ഇവിടെ ബ്രാക്കറ്റിൽ നോട്ട് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നൽകാതിരുന്നത്? ഈഫ് ക്ലോസ്. ഇവിടെ ഈഫ് ക്ലോസ് കംപ്ലീറ്റ് അല്ല, ഇവിടെ മെയിൻ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. എന്താണ് മെയിൻ ക്ലോസിൽ കൊടുത്തിരിക്കുന്നത്? വോണ്ട് പാസ്, നെഗറ്റീവ് ഫോമാണ്. വിൽ നോട്ട് പാസ്, അവിടെ വിൽ പ്ലസ് V1 ഫോം. ദ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് ഓർ ഷാൽ പ്ലസ് V1 ഫോം ആണെങ്കിൽ ഈഫ് ക്ലോസിൽ എന്താണ് വരേണ്ടത്? അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ നോട്ട് പ്രാക്ടീസ്. ഈ നോട്ട് പ്രാക്ടീസ് എന്നതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് എന്താണ്? ഡോണ്ട് പ്രാക്ടീസ്. ഇഫ് ഐ ഡോണ്ട് പ്രാക്ടീസ് ഐ വോണ്ട് പാസ് മൈ എക്സാം.
Look at another dialogue. Look at your watch. It's 10:30. If you play, ബ്രാക്കറ്റിൽ പ്ലേ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഇൻ ദ ഡേ ടൈം, ഐ വുഡ് നോട്ട് ഹിയർ യു. ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈഫ് ക്ലോസിൽ വെർബ് ഫോം കറക്റ്റായിട്ട് തന്നിട്ടില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. അത് എഴുതണമെങ്കിൽ നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹിയർ V1 ഫോം. അപ്പോൾ നിങ്ങൾ ഈഫ് ക്ലോസിൽ എന്താണ് എഴുതേണ്ടത്? V2 ഫോമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് V2 ഫോം? പ്ലേറ്റ്. ഇഫ് യു പ്ലേറ്റ് ഇറ്റ് ഇൻ ദ ഡേ ടൈം, ഐ വുഡ് നോട്ട് ഹിയർ യു. ഇനി അനദർ ഡയലോഗ്. If you had told me about your course of study, I dash ബ്രാക്കറ്റിൽ not yet you stay here. ഇവിടെ ഈഫ് ക്ലോസ് തന്നിട്ടുണ്ട്, മെയിൻ ക്ലോസ് കംപ്ലീറ്റ് അല്ല. മെയിൻ ക്ലോസിൽ ബ്രാക്കറ്റിൽ നോട്ട് ലെറ്റ് എന്ന വെർബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈഫ് ക്ലോസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹാഡ് ടോൾഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്? വുഡിൻറ്റ് ഹാവ് ലെറ്റ്. ദാറ്റ് മീൻസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഇവിടെ ലെറ്റിൻ്റെ V3 ഫോം ലെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വുഡിൻറ്റ് ഹാവ് ലെറ്റ് എന്നെഴുതിയിരിക്കുന്നത്. ഇഫ് യു ഹാഡ് ടോൾഡ് മീ അബൌട്ട് യുവർ കോഴ്സ് ഓഫ് സ്റ്റഡി, ഐ വുഡിൻറ്റ് ഹാവ് ലെറ്റ് യു സ്റ്റേ ഹിയർ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായി എഴുതുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈഫ് ക്ലോസിൻ്റെ മാസ്റ്ററായി കഴിഞ്ഞു. I will see you soon with another video. Thank you for watching.